പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതത്തില് ഉടമ്പടിയിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയില് അങ്ങേക്ക് നന്ദി പറയുന്ന യേശുവേ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ യേശുവേ പാടുക. സന്നിധി പാദങ്ങൾ ചുംബിച്ചോട്ടെ, യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന. ഉടമ്പടിയിലൂടെ ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കർത്താവിന്റെ സാന്നിധ്യവും അറിയുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുവേ, യേശുവേ ആരാധന. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത്
ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും നിയോഗങ്ങൾ പറയേണ്ട സമയമാണ്. ഉടമ്പടി എടുത്ത നിയോഗങ്ങൾ തന്നെയാണ് പറയേണ്ടത്. ഉടമ്പടി എടുക്കാൻ പോകുന്നവരെ എന്തിനാണ് ഉടമ്പടി എടുക്കാൻ പോകുന്നത്, അങ്ങനെ 6 ആവശ്യങ്ങൾ വരെ ഇപ്പോൾ പ്രാർത്ഥന ആവശ്യമായിട്ട് പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. ഏറ്റവും പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയായിരിക്കട്ടെ. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി മൗനമായി കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. ഈശോ തൻ്റെ വലതുകരം പൂപോലെ മൃദുവായും മഞ്ഞുപോലെ വെളുത്തതുമായ അവിടുത്തെ വലതുകരത്താൽ നമ്മളെ സ്പർശിക്കുന്ന സമയമാണ്. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളാണ് നീ ഏറ്റെടുത്തത്. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി നീ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. എല്ലാം ഏറ്റെടുക്കുന്ന ദൈവമേ, നിന്നെ ആരാധിക്കുന്ന സ്വർഗീയമായ നിമിഷങ്ങളിലെ ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരുടെ കണ്ണുനീരിനെ, രോഗത്തെ, ഭാരത്തെ നീ ഏറ്റെടുത്തതിന് നന്ദി പറയുന്നു. അങ്ങയുടെ അമ്മ പ്രത്യക്ഷപ്പെട്ട വിശുദ്ധമായ അൾത്താരയിലെ സമയ കടികാരം നെഞ്ചി ചാർത്തിക്കൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് ലോകത്തോട് ആവശ്യപ്പെട്ട സ്വർഗം ചുംബിച്ച ഈ വിശുദ്ധ മണ്ണിലെ അമ്മയുടെ കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മധ്യസ്ഥം യാചിക്കുകയാണ്. ആയിരക്കണക്കിന് മനുഷ്യരാണ് ഉടമ്പടി എടുത്ത് പോയിരിക്കുന്നത്. ഇന്ന് ഉടമ്പടി എടുക്കാൻ വന്നിരിക്കുന്നതും പുതുക്കാൻ വന്നിരിക്കുന്നതുമായ എല്ലാവരുടെയും മേലും അമ്മയുടെ നിലമേലെങ്കിൽ അവരെ സംരക്ഷിച്ചുകൊണ്ട് കണ്ണീരിൻ്റെ കാലത്ത് അവരെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് നിന്റെ പുത്രൻ്റെ മേൽ ഫലമേൽപ്പിക്കണമേ. നിന്റെ പുത്രൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ആബാ പിതാവേ, ഞങ്ങൾ അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ വചനത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ ഏകപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. ഞങ്ങളെല്ലാവരെയും സാക്ഷികളാക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലെ കർത്താവേ നീ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് മർക്കോസിൻ്റെ 16:20 അനുസരിച്ചുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അങ്ങ് അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് നൽകിയ ഒരു ദിവസമാണ്. ഒരു വലിയ ബോധത്തോടു കൂടി നമുക്ക് കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കാം. കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ഒരു ആവാസവും അഭിഷേകവും ഉണ്ടാകണം. പ്രാർത്ഥിക്കുക. കർത്താവേ,
അങ്ങയുടെ ദാനവും വാഗ്ദാനവുമായ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ വചനം സ്വീകരിക്കാനും അത് നിവർത്തിയാക്കാനും സ്വർഗത്തിന്റെ സാക്ഷിയാകാനും എന്നെ ഉപകരണമാക്കണമേ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ വെളിച്ചം കാണുന്നു അല്ലേ? അച്ഛനെ കാണാമല്ലോ. ഇപ്പോൾ ഇവിടെ നല്ല പൂ പോലെ വെളിച്ചമാണ്. പിന്നെ നിങ്ങൾ കാറ്റ് ഏൽക്കുന്നു. ഈ ചൂടിന് അതൊരു സാന്ത്വനമാണല്ലേ. പിന്നെ നിങ്ങൾ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ചെറിയ സ്വരത്തിലാണ് ഞാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ വലിയ സ്വരത്തിൽ അത് കേൾക്കുന്നു. അപ്പം ശബ്ദം, വെളിച്ചം, കാറ്റ് ഇതെല്ലാം നമുക്ക് അനുഭവിക്കുന്നു. നമ്മുടെ അനുഭവ രോഗമാണിത്. പക്ഷെ ഇതിൻ്റെയൊക്കെ എല്ലാം ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? ചാലകശക്തി. എന്താണത്? കറണ്ടാണ്. കറണ്ടില്ലെങ്കിൽ എല്ലാം പോകും അല്ലേ? ഏതാണ്ട് ഇതുപോലെയാണ് എല്ലാ ദൈവിക ഇടപെടലിൻ്റെയും കറണ്ടെന്ന് പറയണത് പരിശുദ്ധാത്മാവാണ്. എല്ലാ ദൈവിക ഇടപെടലിൻ്റെയും കറണ്ട്, ശക്തി പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ തന്നെ ഇപ്പം നമ്മൾ ഉടമ്പടി എടുക്കുമ്പോഴും അത് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉടമ്പടിയിലൂടെ നടക്കുന്നത്. ഹെവി ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നടക്കാൻ, സാധാരണഗതിയിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഹെവി ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതാണ് ഉടമ്പടിയുടെ സ്പേസ് എന്ന് പറയുന്നത്. സാധാരണ കാര്യങ്ങളൊക്കെ നൊവേന, അതുപോലെ മറ്റു തരത്തിലുള്ള ഒത്തിരി പ്രാർത്ഥനകളില്ലേ നമുക്ക്, അതുകൊണ്ട് നടക്കും. പക്ഷേ അതെല്ലാം ചൊല്ലണ പ്രാർത്ഥനകളാണ് അല്ലേ? ചൊല്ലുന്ന പ്രാർത്ഥനകളാണ്. ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല. പിന്നെന്ത് പ്രാർത്ഥനയാണ്? ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അതാണ് വിഷയം. അതുകൊണ്ടാണ് ഹെവി ഡ്യൂട്ടി ആകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു, വയനാട്ടിൽ നിന്ന്. അവരുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ 6 കൊല്ലമായിട്ട് ഇവരുടെ മകൻ, അതിന് എന്താ 6-7 വയസ്സുണ്ട്. ഈ മകൻ ഒരു പ്രത്യേക രോഗമാണ്. എന്താണ്? പെട്ടെന്ന് തെറിച്ച് പോയി വീഴും താഴെ. പെട്ടെന്ന് തെറിച്ചു പോകും. നിൽക്കണ നിപ്പിൽ ഇങ്ങനെ കറട്ടടിക്കുന്ന പോലെ തെറിച്ച് പോയി വീണ് തലയൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ 3-4 സ്റ്റിച്ചൊക്കെ തലക്കുണ്ടാകും. തല കുത്തിയാണ് വീഴുന്നത്. ഇതൊരു പ്രത്യേക എപ്പിലെപ്സി തന്നെയാണ് സംഭവം. നമ്മൾ പറയുന്ന അപസ്മാരം തന്നെയാണ്. പക്ഷെ വേറൊരു സാധനം പറയും, കറട്ടടിക്കുന്ന പോലെ തെറിച്ച് പോയിട്ട് ആളവിടെ തന്നെ വീണ് കഴിഞ്ഞാൽ പിന്നെ ബോധം ഉണ്ടാകത്തില്ല. പക്ഷെ തലയൊക്കെ പൊട്ടി ചോര ഒലിക്കും. അപ്പോൾ ഇത് ഇവർ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഡോക്ടർ പറയണത് 6 കൊല്ലമായിട്ട് ട്രീറ്റ്മെൻറ്റിലാണ്. ന്യൂറോ സർജന്മാരുടെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർജന്മാരുടെ ട്രീറ്റ്മെൻറ്റിലാണ്. പക്ഷേ ആശുപത്രിയിൽ ഞാൻ പറയണില്ല, അത് ശരിയല്ലല്ലോ. പക്ഷെ അവർ പറയണം, അത് ഇവരോട് പറഞ്ഞത് ഇതാണ്, സഹോദരി ഇതിൻ്റെ അകത്തുള്ള വിഷയത്തിലേ ഉള്ളൂ. ഇവൻ്റെ EG ഒന്ന് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ഓപ്പറേഷൻ ചെയ്ത് പരിഹരിക്കാം, അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റത്തില്ല. EG കഴിഞ്ഞ 6 കൊല്ലത്തിനുള്ളിൽ 17 ടെസ്റ്റുകൾ നടത്തും. ഞാനിപ്പോൾ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നൊക്കെ അറിയാവോ? ഉടമ്പടി ഹെവി ഡ്യൂട്ടി എടുക്കുന്ന പ്രാർത്ഥനയാണെന്ന് പറയാനാണ് ഞാൻ ഈ എക്സാമ്പിൾ പറയണത്. അതായത് ഈ 6 വർഷം കൊണ്ട് 17 ടെസ്റ്റ് EG എടുക്കും ബ്രെയിൻ്റെ. ഇന്ന് വരെ ഒരു ടെസ്റ്റും ഓക്കെ ആയിട്ടില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ അവസാനം എന്താ വെച്ചാൽ ഒരു ഓപ്പറേഷൻ നിശ്ചയിക്കുക. അവസാനം ഒരു മാർഗം, വേറെ ഒന്നും ഇല്ല, ഓപ്ഷനില്ല. പക്ഷേ അതിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ വേറെ ഹോസ്പിറ്റലിൽ പോയി അതേ ഡോക്ടർമാരോട്, അത്തരം സ്പെഷ്യലൈസേഷൻ ഡോക്ടർമാരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഓപ്പറേഷൻ ഓക്കെ, പക്ഷേ കൊച്ചു തളർന്നു പോകാനും സാധ്യതയുണ്ട്.
ഓപ്പറേഷൻ കഴിയും ബ്രെയിനല്ലേ വെട്ടിപ്പൊളന്ന് ശുശ്രൂഷ നോക്കണത്. അത് അപ്പോൾ ഓപ്പറേഷനൊക്കെ അതേ ഒരു മാർഗ്ഗമുള്ളൂ. പക്ഷേ അതൊരു ലാസ്റ്റ് ഓപ്ഷനാണ്. ചിലപ്പോൾ കാഷ്വാലിറ്റി ഉണ്ടാവും, ചിലപ്പോഴത് തളർന്നു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവർ വിഷമവൃത്തത്തിലാകും. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ കൂട്ടുകാരത്തി കൃപാസനത്തിൻ്റെ ഒരു മിറക്കിളിൻ്റെ ഒരു ലിങ്ക് ഇവർക്ക് ഷെയർ ചെയ്യും. അതാണ് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം. അതാണ് നിങ്ങളോട് പറയത്തില്ലേ, ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്ത് ഓൺലൈനിൽ കൂടുന്നവർ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കൂടുമ്പോൾ അതപ്പം തന്നെ പ്രാർത്ഥിച്ച് ഷെയർ ചെയ്യണം. ആരുമൊക്കെ ചിലപ്പോൾ നിങ്ങളെക്കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് അതായിരിക്കും. കാര്യം നിങ്ങളുടെ കാര്യം ദൈവം ഏറ്റെടുക്കുമ്പോഴാണല്ലോ നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കണത്. അല്ലെങ്കിൽ വിളിക്കത്തില്ലല്ലോ, വിളിച്ച് കളിയാക്കി വിടുവോ ദൈവം? അല്ലെങ്കിൽ അത് അത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങളെയും മണ്ണിലെ അമ്മ പ്രത്യക്ഷപ്പെട്ട് 10,000 സാക്ഷ്യം പറഞ്ഞിട്ടുള്ള, കുറഞ്ഞ കാലം കൊണ്ട് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ഈ മണ്ണിലേക്ക് ദൈവം നിങ്ങളെ വിളിച്ചുവെന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കുക, നിങ്ങളുടെ കാര്യത്തിൽ ദൈവം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. നിങ്ങൾ പറയരുത് ഞങ്ങളെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നതാണ്, ആൻറ്റി വിളിച്ചിട്ട് വന്നതാണ്, അല്ലെങ്കിൽ അയൽവാസി വിളിച്ചിട്ട് വന്നതാണെന്നല്ല. അങ്ങനെ ഒന്നുമില്ല. അവരൊക്കെ നിമിത്തങ്ങളാണ്. ദൈവമാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉറപ്പാക്കാം ഈ വിഷയത്തിൽ തീരുമാനമായെന്ന്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും തീരുമാനം എടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ വന്ന് സാക്ഷ്യം പറയാൻ ദൈവം അനുവദിക്കും. പക്ഷേ അതല്ല, ദൈവം നിങ്ങളുടെ ജോലി ചെയ്യും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ മുമ്പിൽ ഇനി അവശേഷിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ജോലിയാണ്. അത് നമ്മൾ ചെയ്യണം. അപ്പോൾ ഇവരെങ്ങനെ ചെയ്തിരിക്കണത്? ഇവർ ഒരു ലിങ്ക് ഷെയർ ചെയ്ത്, ഇവിടെ ഒന്ന് പോയി നോക്കുക. മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. കുറേ ആൾക്കാരൊക്കെ ഒത്തിരി പേര് സൗഖ്യപ്പെടുന്നുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ കഴിഞ്ഞ ആഴ്ച ഈ കുട്ടിയെയും കൊണ്ട് ഇവിടെ വന്ന്, ഓപ്പറേഷൻ നിശ്ചയിച്ച കൊച്ചിനെയും കൊണ്ട് ഇവിടെ വന്നു. ഞാനൊന്നും ഓർക്കണ കൂടിയില്ല എന്തുമാത്രം ആൾക്കാർ ഇതുവരെ വരണതാണ് എല്ലാ ദിവസവും. അപ്പോൾ അവർ ഇവിടെ വന്ന് ഈ എമർജൻസി കേസെല്ലാം അന്ന് തന്നെ എടുക്കും, മാറ്റി വയ്ക്കത്തില്ല. പണ്ടത്തെ പോലെയല്ല. എമർജൻസി കേസ് അപ്പം തന്നെ, മുന്നിൽ സമയമില്ലാത്ത എല്ലാ കേസും അച്ഛൻ എടുക്കും. ഒരു 1600 കേസ് ഞാൻ ഈ മാസം എടുത്തിട്ടുണ്ട്. ഏപ്രിൽ മാസം 1600 പേരെ നേരിട്ട് കണ്ടു കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ നിങ്ങൾ ആരും വിചാരിക്കരുത് ഒരു എമർജൻസി വന്നാൽ തീർച്ചയായിട്ടും അന്ന് തന്നെ കാണും. എമർജൻസി ആയിരിക്കണം, അതിൻ്റെ രേഖ ഉണ്ടാകണം, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇവർ ധ്യാനം കൂടിന് ശേഷം അന്ന് തന്നെ കണ്ടു. ഞാനെന്താ ചെയ്തത്? ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്തുള്ളൂ. അവിടെ ഉടമ്പടി കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിൻ്റെ കുരിശുരൂപത്തിൽ പോയി, അവരതാ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ കർത്താവിൻ്റെ കുരിശുരൂപത്തിൽ പോയി കെട്ടിഞ്ഞാന്ന് കിടന്ന്. അത്രേ ഉള്ളൂ ഞാൻ ചെയ്തത്. അല്ല, ഇതിൻ്റെ വേറെ അഭ്യാസങ്ങളൊന്നുമില്ല. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. ദൈവം അവന് മരിച്ചവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. പിന്നെ അതാണ് റോമ 10:9. ഞാൻ ആ കെട്ടിഞ്ഞാഴ്ന്ന് കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പറയുന്ന പ്രാർത്ഥന ഉണ്ടല്ല, ഇതൊന്നും ആചാരമല്ല. എല്ലാ ആചാരങ്ങളെ അർത്ഥമാക്കുന്നത് അതിൻ്റെ അകത്തുള്ള ഫെയ്ത്ത് പ്രെഡിക്ഷൻസ്, ഫെയ്ത്ത് പ്രൊക്ലമേഷൻസാണ്. നിങ്ങളിപ്പോൾ ഒരു ഉപ്പ് കൊണ്ടുപോയി, ഞങ്ങൾ വെഞ്ചരിച്ച് തരുന്ന ഉപ്പ്, ഞങ്ങൾ ആ ഒരു ഫോർമുലയാണ് അത് വെഞ്ചരിക്കണത്. അല്ല പള്ളികളിൽ പായസവും വെള്ളമൊക്കെ വെഞ്ചരിക്കണ പോലെ അല്ല. ഞങ്ങൾ വെഞ്ചരിക്കുമ്പോൾ പരിശുദ്ധ കുർബാന ചൊല്ലി അതിന് ശേഷം 12 പ്രാർത്ഥന ചൊല്ലിയാണ് നേർച്ച ദിവസം വെഞ്ചരിക്കുന്നത്. എന്താണ്? ഒരു മനുഷ്യന് ബന്ധിച്ചിട്ടിരിക്കുന്ന, യേശുവിൽ നകറ്റിക്കളയുന്ന, ഞങ്ങൾ രോഗമാണെന്നോ അല്ലെങ്കിൽ പിശാച് ബാധയാണെന്നോ സാമ്പത്തികമായ കടമാണെന്നോ അങ്ങനെയല്ല വിഷയങ്ങളെ എടുക്കുന്നത്. ഞങ്ങൾ എടുക്കുന്നത് യേശുവിൽ നിന്നൊരു വ്യക്തിയെ അകറ്റിക്കളയുന്ന നെഗറ്റീവ് പവേഴ്സ്, പ്രതിലോമ ശക്തികൾ. അതെന്തുവാകാം? ആ മേഖലകളിൽ യേശുവിനെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. എന്താണ് നമ്മുടെ വിശ്വാസം? നമ്മുടെ വിശ്വാസം എന്താണ്? യേശു, റോമ 10:9 വിശ്വാസം. എന്താണ്? യേശു കർത്താവാണ്. ഒന്ന് പറഞ്ഞേ, യേശു കർത്താവാണ്.
ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. എന്നിട്ട് നിങ്ങൾ പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? ഇതിന് ഞങ്ങളെ സാക്ഷികളാക്കണമേ. അതാണ് വിഷയം. ഈ നമ്മൾ റോമ 10:9 കാണുന്ന ആ വചനമാണ് ഇതിൻ്റെ ആണി എന്ന് പറയണത്. പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണത്, ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മൾ അത് ആ വചനം ആക്ടിവേറ്റ് ചെയ്യണത് എപ്പോഴാണ്? അതിന് നമ്മൾ സാക്ഷികളാകുമ്പോഴാണ്. അതാണ് ഈശോ പറയണത്, ഇതിന് നിങ്ങളാണല്ലോ സാക്ഷികൾ. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഒന്നിനു പറഞ്ഞേ, പാപമോചനത്തിനായുള്ള ജ്ഞാനസ്നാനം അവന്റെ നാമത്തിൽ പ്രഘോഷിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതാണ് വിഷയം. ഇതാണ് ഇതിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. പാപമോചനത്തിനായി യേശുവിൻ്റെ നാമമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഈ യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ അവൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് അവൻ കുരിശിൽ മരിച്ചു. ദൈവം അവൻ്റെ പരിഹാരക്രിയയെ അംഗീകരിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ ഉയർപ്പിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ ഉയർപ്പ് നമുക്ക് അവകാശവും ഓഹരിയുമാകുന്നു. അങ്ങനെയാണ് നമ്മൾ നിത്യമായിട്ട് ജീവിക്കുന്നത്. അതൊന്നിന് വായിച്ചുള്ള ലൂക്കാസ് വിശേഷം. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതുകൊണ്ട് ഈ സാക്ഷ്യമാണ് പ്രധാനം. ഇതിന് മർമ്മം അതായത് നമ്മൾ ഗൺ പോയിന്റിൽ നടത്തേണ്ട ഒരു വിഷയം. അതായത് മർമ്മം അറിയാതെ നമ്മൾ അഭ്യാസം കാണിച്ചിട്ട് കാര്യമില്ല. എല്ലാ വിശ്വാസത്തിനും അതിൻ്റെ മർമ്മങ്ങളുണ്ട്. ഒരു മർമ്മം ഇതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? യേശു കർത്താവാണ് എന്ന് പറഞ്ഞേ. യേശു കർത്താവാണ്. റോമ 10:9 യേശു കർത്താവാണ്. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവന്റെ നാമത്തില് പാപമോചനം ലഭിക്കുന്നു. പാപമോചനം അവന്റെ നാമത്തിൽ ലഭിക്കുന്നു. പിന്നെ എന്താ അതിൻ്റെ അത് കൂടെ വരുന്നത്? ഇവയ്ക്ക് പുനരുത്ഥാനത്തിന് ഇവയ്ക്ക് നിങ്ങളാണല്ലോ സാക്ഷികൾ. അപ്പം നമ്മളെന്താ പ്രാർത്ഥിക്കേണ്ടത്? യേശു കർത്താവാണെന്നുള്ളതിന് എന്നെ സാക്ഷിയാക്കണമേ. എന്നിട്ട് കൈ നെഞ്ചെത്തിച്ച് പ്രാർത്ഥിച്ചേ. യേശു കർത്താവാണെന്നുള്ളതിന് എന്നെ സാക്ഷിയാക്കണമേ. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ളതിന് എന്നെ സാക്ഷിയാക്കണമേ. എന്നെ സാക്ഷിയാക്കണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഞാൻ കണ്ടതാണ്, ഞാൻ കേട്ടതാണ്, ഞാൻ അനുഭവിച്ചതാണ് എന്ന് പറയാൻ ഞങ്ങൾക്കൊരനുഭവം തന്നെ. നമ്മൾ ദൈവത്തോട് ചോദിക്കണത് എന്താണ്? ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അല്ലേ? ലുത്തീനിയായിൽ എന്താണ് നമ്മൾ പറയണത്? ഞങ്ങളെ മിശിഹായെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇങ്ങനെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഒരു ജന്മം മുഴുവൻ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു പണി നടക്കത്തില്ല. ഇതിൻ്റെ വർക്ക് അതെങ്ങനെ അനുഗ്രഹിക്കണമെന്ന് അറിയണം. എന്തിനനുഗ്രഹിക്കണം, എങ്ങനെ അനുഗ്രഹിക്കണം, അതിൻ്റെ മെക്കാനിസം എന്താണെന്ന് അറിയേണ്ടത് കാര്യങ്ങൾ ചെയ്യാതെ അനുഗ്രഹിക്കണമേ. ഈശോ കറണ്ട് വന്നില്ലല്ലോ, എപ്പോൾ വരുമോ, KCBക്കാർ സമരമാണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏതും പിറക്കും പിച്ചിമ്പയും പറഞ്ഞിരിക്കുന്നവർക്ക് പറയേണ്ടത് 2 ചെമ്പരത്തിപ്പൂ കൂടെ വെച്ചുകൊണ്ടിരുന്നാൽ മതി. വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് പറയണത്
നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അനുഗ്രഹത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? പ്രഭാഷകനിലൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ, പ്രഭാഷകൻ എന്താ അപ്പോൾ 33:17 പ്രഭാഷകൻ 33:17 എന്താ പറയണത്? കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ കുറേ ബാക്കിലായിരുന്നു, കർത്താവ് എന്നെ അനുഗ്രഹിച്ചു, അതുകൊണ്ട് എന്ത് പറ്റി? ഞാൻ മുമ്പിലെത്തിയെന്ന്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഈ സാക്ഷ്യം മുഴുവൻ പറയണത് കർത്താവിൻ്റെ വചനം അതല്ലേ. ഞാൻ കുറേ ബാക്കിലായിരുന്നു, എൻ്റെ റാങ്കിൽ ഞാൻ ബാക്കിലായിരുന്നു, എൻ്റെ മൊഡ്യൂൾസിൻ്റെ അടുത്ത് ഞാൻ ബാക്കിലായിരുന്നു, എനിക്ക് സ്പീക്കിംഗ് കിട്ടിയില്ല, സ്പീക്കിംഗ് എനിക്ക് പറഞ്ഞിട്ട് ഒക്കണില്ല, എനിക്ക് ഭയങ്കര വിറയലാണ് പറയുമ്പോൾ, എനിക്ക് റീഡിങ് ശരിയാകുന്നില്ല, പറയുമ്പോൾ തപ്പിപ്പോകുന്നു, ഞാൻ ബാക്കിലാണ്. അനുഗ്രഹം നമ്മളെ മുമ്പിലാക്കും. ഒന്ന് പറഞ്ഞേ, അനുഗ്രഹം നമ്മളെ മുൻപിലാക്കും. അതാ സംഭവം. അപ്പം നീ പുറകിൽ കിടക്കുന്ന ആളാണെന്ന് വിചാരിച്ചോ, പഠിച്ചിട്ട് മനസ്സിലാവണില്ല, പരീക്ഷ വരുമ്പോൾ പെർപ്ലക്സ് ആകുന്ന പല കാര്യങ്ങൾ കൊണ്ട് സാമ്പത്തികമായിട്ട് നീ പുറകിലാണ് എന്ന് വിചാരിച്ചോ. അപ്പോൾ ഏത് വിഷയമായാലും, ഇപ്പോൾ ഈ ചേച്ചിയുടെ വിഷയം എന്താണ്? അവർ ഉടമ്പടി എടുത്തു, പക്ഷേ വൈദ്യശാസ്ത്രം പറയണത് എന്താണ്? ഒരു ഓപ്പറേഷൻ ഉണ്ട് ഇതിന്, പക്ഷെ അത് ഇ ജി ഓക്കെ ആകണം. പക്ഷേ EG ഓക്കെ ആയാൽ പിന്നെ ഓപ്പറേഷൻ്റെ ആവശ്യം പോലും ഉണ്ടാകത്തില്ല, ഇവൻ പിന്നെ ഒരിക്കലും വീഴത്തില്ലെന്ന് പറയും. പക്ഷേ EG ഓക്കെ ആകണില്ല. അപ്പം അത് കൊണ്ട് എന്ത് ചെയ്യും അവർ ഒരു ഷെയർ ചെയ്യും. ആ സമയത്ത് അവരുടെ കൂട്ടുകാരത്തി കൃപാസനത്തിൻ്റെ ഒരു ലിങ്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവരത് ലിങ്ക് കണ്ടപ്പോൾ കുറേ സാക്ഷ്യങ്ങൾ, കാര്യം കോവിഡിൻ്റെ സമയം 500 ദിവസം അടച്ചിട്ട കാലത്ത് പോലും 1000 സാക്ഷ്യം നമ്മൾ അപ്പ് ചെയ്തിട്ടുണ്ട്. ചിന്തിച്ചിരിക്കുക, ഒരു ശുശ്രൂഷ ഇവിടെ ഇല്ല, സ്റ്റാഫ് എല്ലാ ദിവസവും ഉണ്ടാവുമായിരുന്നു. ഞങ്ങൾക്ക് സ്റ്റാഫിന് ശുശ്രൂഷകളുള്ള കാരണം, ഓൺലൈൻ ശുശ്രൂഷ ഒത്തിരിയുള്ള കാരണം എല്ലാ ദിവസവും സാക്ഷ്യമുണ്ട്. 65 ലക്ഷത്തോളം രൂപ ആ 2 കൊല്ലം ചിലവായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഞാൻ കർത്താവിൻ്റെ ജോലി മുടങ്ങിയിട്ടില്ല, കർത്താവിൻ്റെ ശുശ്രൂഷ മുടങ്ങിയിട്ടില്ല. സ്വസ്ത്ര കാഴ്ചയെടുക്കാനില്ലല്ലോ, അതുകൊണ്ട് കടമായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് കർത്താവിൻ്റെ വേല ചെയ്യാതിരുന്നിട്ടില്ല. അത് കാരണം എന്ത് ചെയ്ത് കർത്താവ് ഓൺലൈനായിട്ട് ഇൻ്റർനാഷണൽ എല്ലാവരും അനുഗ്രഹിച്ചവരെല്ലാവരും നമുക്ക് സാക്ഷ്യം അയച്ചു തന്നു ഓൺലൈനിൽ. അതായത് നമ്മളെപ്പോഴും ദൈവത്തെ പരീക്ഷിക്കരുത്, ദൈവം നമ്മളെ പരീക്ഷിക്കണ്ടേ, നമ്മൾ ദൈവത്തെ പരീക്ഷിക്കരുത്. യു ഗോട്ട് ദ പോയിന്റ്. ആൾക്കാർക്ക് എപ്പോഴും പിന്നിൽ പോകാനൊരു കാരണം അതാണ്. ദൈവത്തെ നമ്മളെ പരീക്ഷിക്കാം, പക്ഷെ ദൈവം നമ്മളെ പരീക്ഷിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഉയർത്തും. നമ്മളെ ദൈവം പരീക്ഷിക്കണം എന്തിനാണ്? ദൈവം നമ്മളെ ഉയർത്താൻ വേണ്ടിയാണ്. അത് അറിയണമെങ്കിലേ നമ്മുടെ ജൂഡിറ്റിൻ്റെ ലേഖനമില്ലേ, ജൂഡിറ്റിൻ്റെ പുസ്തകത്തിലെ 8-ാം അധ്യായം 27-ാമത്തെ വാക്യം, അവരുടെ ഹൃദയങ്ങളെ പരീക്ഷിച്ചതുപോലെ അവിടുന്ന് നമ്മെ അഗ്നിയിൽ പരീക്ഷിക്കുകയോ നമ്മോട് പ്രതികാരം ചെയ്യുകയോ ചെയ്തില്ല. തന്നോട് അടുപ്പമുള്ളവരെ അവിടുന്ന് പ്രഹരിക്കുന്നത് ശാസന എന്ന നിലയിലാണ്. അതാണ് വിഷയം. ദാറ്റ്സ് മൈ പോയിന്റ്. ഇപ്പം നമുക്ക് ദൈവമായിട്ടൊരു അടുപ്പമുണ്ടെന്ന് വിചാരിച്ചോ, ദൈവത്തിൻ്റെ അടുപ്പെങ്കിലും നമുക്ക് ചില കഷ്ടപ്പാടൊക്കെ വരുന്നു. അതെന്ന് പറയണത് എന്താ വെച്ചാൽ അത് നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അത് അല്ലാതെ നമ്മളെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയല്ല. അത് നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് നീ വിശ്വാസിയായിരിക്കുമ്പോഴും കർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണം വരുന്നതിൻ്റെ ഉദ്ദേശം നമ്മളെ ഉയർത്താൻ വേണ്ടിയാണ്, കറക്ഷന് വേണ്ടി. അത് കറക്ഷൻ തന്നെ നമ്മളെ ഉയർത്താൻ വേണ്ടിയാണ്. ഇത് ദൈവം എന്നും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. നമ്മുടെ ഹെബ്രായറിൻ്റെ 12:6 വായിക്കുമ്പോഴല്ലേ, ഹെബ്രായർ 12:6 ശ്രുതികട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, കർത്താവ് ശിക്ഷണം നൽകുന്നു. മക്കളായി സ്വീകരിക്കുന്നവരെ, നിങ്ങളായിട്ട് പറഞ്ഞേ, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. മക്കളെ ശാസിക്കുന്നതിൻ്റെ ഉദ്ദേശം മക്കളെ വളർത്തുകയാണ്, അല്ലാതെ തളർത്തുകയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇടറുണ്ടാകുമ്പോൾ കർത്താവ് എന്നെ വളർത്താൻ പോകുന്നു എന്നുള്ള ബോധം ഉണ്ടാകും നമുക്ക്. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഇടറുണ്ടാകുമ്പോൾ കർത്താവ് നമ്മളെ വളർത്താൻ പോകുന്നു എന്നുള്ള
ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്, അതായത് നമ്മൾ കർത്താവിനോട് അടുത്ത് ജീവിക്കുമ്പോഴും ചിലപ്പോൾ ഇതുപോലുള്ള ശോധനകൾ വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ശേഷം പ്രൊമോഷൻ വരുമ്പോൾ അങ്ങനെ വരണത്. നമ്മൾക്ക് കർത്താവ് നമ്മളെ ലിഫ്റ്റ് ചെയ്യാൻ നേരത്താണ് ഇതുപോലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നിട്ട് വിശ്വസ്തയോടെ കർത്താവ്, അത് ദൈവമായിട്ട് ജീവിക്കേണ്ട കുറേ രീതികളുണ്ട്. അതറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങളെ പ്രാർത്ഥനയെ മുടക്കി പലതരത്തിലുള്ള വിഷമതകളിലേക്ക് ചെന്ന് കൂപ്പുകുത്തും. അങ്ങനെ ചെയ്യരുത്. വചനം കേൾക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. വചനം കേൾക്കുന്നത് എന്തിനാണ്? സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. ഇപ്പോഴേ എന്നാ പറ്റിയിരിക്കണത്? ഇവർ ആ എപ്പിലെപ്സിയുള്ള അപസ്മാരം ബാധിച്ച കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തു. അതിനുശേഷം അച്ഛനെ വന്ന് കണ്ടു. ഞാൻ ഈശോയുടെ കാലിൽ വീണ് കുഞ്ഞിന് വേണ്ടി മധ്യസ്ഥം വഹിച്ചു. അതിനുശേഷം കുഞ്ഞിൻ്റെ തലയെ കൊണ്ട് കൈവച്ചു. പിന്നീട് ഇവർ ബാംഗ്ലൂർ അവർ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ വിഷയത്തിന് ഉടമ്പടിയോടുകൂടി EG നോർമലാവും. അപ്പോൾ ഡോക്ടർ പറയണത് ഇനി ഓപ്പറേഷൻ പോലും വേണ്ട, കുഞ്ഞാവൻ വീഴത്തില്ലെന്നാണ് പറയണത്. ഇത്രയും സ്പീഡാണ്. കൈയിടിച്ച് കർത്താൻ ശ്രദ്ധിക്കട്ടെ. ഇന്ന കാര്യമൊന്നുമില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസനി വരുമ്പോൾ നിങ്ങൾ പറയരുത്, ഓ ഇത് ഹെവി ആണല്ലോ, എൻ്റെ കാര്യം ഭയങ്കര ഹെവിയാണ് എന്ന് പറയുമ്പോൾ നിൻ്റെ മനസ്സിലിരുന്നുണ്ട് പിശാച് പറയുന്നുണ്ട്, ഇത് ദൈവത്തിന് പോലും ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ലെന്ന്. കാര്യം എന്താ? നിൻ്റെ ദൈവമാണ്, അല്ലാതെ ബൈബിളിൻ്റെ ദൈവമല്ല. 2 ദൈവങ്ങളുണ്ടല്ലോ, 2 ദൈവമുണ്ട്, അറിയാമല്ലോ. ഏകദൈവമല്ല, 2 ദൈവമുണ്ട്. ഒരു ദൈവം എന്ന് പറയുന്നത് ബൈബിളിലെ സത്യദൈവം, പിന്നെ നീ കൊണ്ടു നടക്കണം നിൻ്റെ ഉള്ളിലുള്ള കള്ളദൈവം. എന്താ കാര്യം? ഈ കള്ളദൈവം എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ, പല ആൾക്കാർക്ക് ഒരു പ്രശ്നം വന്നു. ഇപ്പോൾ 22 പ്രാവശ്യം 22 പേപ്പർ കിട്ടാറുണ്ട് ബിടെക്കിൻ്റെ. അപ്പോൾ അവൾ ഇവിടെ വന്ന് ആ കാൻഡിഡേറ്റ് അവൾക്ക് ഇനി പഠിക്കാൻ ഉദ്ദേശമില്ല, പേരൊന്നും പറയണില്ല, അതായത് അവർക്കിനി പഠിക്കാൻ ഉദ്ദേശമില്ല. കാര്യം എന്താണ്? പഠിത്തം അവരെ തോപ്പിച്ചിരിക്കുക. പഠിത്തം അവരെ തോപ്പിച്ചു. നമ്മളല്ലേ ശരിക്കും പറഞ്ഞാൽ പഠനത്തെ നമ്മളല്ലേ തോപ്പിക്കേണ്ടത്, നമ്മളല്ലേ ജയിക്കേണ്ടത്. തിരിച്ച് സംഭവിച്ചു. പഠിത്തം അവളെ തോപ്പിച്ചിരിക്കുക. എന്താ കാര്യം? അവർ പഠിക്കണ കാലത്ത് മുഴുവൻ ഹാരി പോട്ടറാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഹാരി പോട്ടറിൻ്റെ വിസ്മയകരമായ കുറേ തരം സാറ്റാനിക് അട്രാക്ഷനുള്ള കഥകളൊക്കെ കൊണ്ടുവന്നിട്ട് ഫിക്ഷൻസൊക്കെ കാരണം ആകപ്പാടെ ഇവളുടെ ബ്രെയിൻ മുഴുവൻ ഹൈജാക്കായിപ്പോയി. അതാണ് ഈ പ്രശ്നമേ. ഈ ബ്രെയിൻ ഹൈജാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇടയ്ക്കൊക്കെ പഠിക്കുന്ന പിള്ളേരായാലും ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരായാലും തല കൈവച്ച് ഒന്ന് ഇടയ്ക്ക് വിശ്വാസപ്രമാണം ചില നല്ലതാണ്. തല കൈവച്ചിട്ടേ. കാര്യം ഇത് നമ്മളെ തോൽപ്പിക്കരുതല്ലോ. നമ്മൾ ജയിക്കാൻ ചെന്നിട്ട് അവിടുന്ന് തോറ്റു പോണേ എങ്ങനെ ശരിയാണ്? ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഹാരി പോട്ടർ ജയിച്ച് അവൾ തോറ്റു, അവളുടെ ജീവിതം തോറ്റു. 22 പേപ്പർ കിട്ടാനുണ്ട്. ബിടെക്കിൻ്റെ 28 പേപ്പർ. അതുകൊണ്ട് ഇനി അത് എഴുതിയെടുക്കാൻ പറ്റും. അവളുടെ സ്റ്റാമിന പോയി, കലിബർ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലടി, യേശുവാണ് കർത്താവ്. എന്താ യേശുവാണ് കർത്താവ് എന്ന് പറയാൻ കാര്യം എന്താണ്? അപ്പം നിങ്ങളോർക്കും യേശുവാണ് കർത്താവ്, അതിനെന്താ പ്രശ്നം? അതിന് പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അതായത് 22 പേപ്പറിൻ്റെയും കർത്താവ് ആരാണ്? യേശുവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ യേശു കർത്താവാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉറപ്പാണ്. ഇപ്പോൾ 22 ബിടെക്കിൻ്റെ പേപ്പറാണല്ലേ. അവളുടെ എൻ്റെ അടുത്ത് കുട്ടി വരുമ്പോഴേ അവൾക്ക് കല്യാണം പോലും കഴിക്കണമെന്നൊരു നിർബന്ധമില്ലാത്ത ആളാണ്. കാര്യം അതിൻ്റെ ഒരു സെൻസ് പോലും ഹൈജാക്ക് ചെയ്യപ്പെട്ട് വിവാഹം വേണ്ട, ജീവിതം തന്നെ എന്തിനാണെന്നുള്ള ഒരു ഭ്രാന്തമായ ഒരവസ്ഥയാണ്. ഇത് ഈ ലോകാരൂപി അല്ലെങ്കിൽ ദുഷ്ടാരൂപി വന്നു കഴിഞ്ഞാലേ, അതാണ് നിങ്ങൾ ഈ വായിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സൈറ്റ് സന്ദർശിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഈ ദുഷ്ടാരൂപി ഇങ്ങോട്ട് കയറി വരും. അതായത് ദുഷ്ടാരൂപി എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു കർത്താവാണെന്ന് ഏറ്റു പറയാൻ നമ്മളെ പ്രാപ്തമാക്കാത്ത എല്ലാ അരൂപിയും
ദുഷ്ടാരൂപിയോ ലോകാരൂപിയാണ്. അതെപ്പോഴും ശ്രദ്ധിക്കണം. ദുഷ്ടാരൂപിയോ ലോകാരൂപിയോ എന്നല്ല പറയേണ്ടത്. യേശുവിനെതിരായിട്ടുള്ള അന്തിക്രിസ്തുവാണ്, ആൻറ്റിക്രൈസ്റ്റാണ്. ആൻറ്റിക്രൈസ്റ്റ് ബൈബിളിൽ അന്ത്യകാലങ്ങൾ വരുന്നതാണ്. പക്ഷേ ആരുടെ അന്ത്യകാലമാണ്? നമ്മുടെ അന്ത്യകാലം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആൻറ്റിക്രൈസ്റ്റ് ബൈബിളിൽ അന്ത്യകാലങ്ങൾ വരുന്ന ആളാണ്. പക്ഷെ ആരുടെ അന്ത്യകാലമാണ്? നമ്മുടെ അന്ത്യകാലമാണ്. അതെപ്പോഴും ശ്രദ്ധിക്കണം. ക്രൈസ്റ്റിനെതിരായ അരൂപി എപ്പോൾ വന്നാലും, അതിൻ്റെ 16-ാം വയസ്സ് വന്നാലും അന്തിക്രിസ്തുവായി, നിന്റെ അന്ത്യമായി. ശ്രദ്ധിക്കട്ടെ. ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ അതിനുശേഷം ഇവൾ വിശ്വസിക്കാൻ തുടങ്ങി. എന്താണ് വിശ്വസിക്കാൻ തുടങ്ങിയത്? അന്തിക്രിസ്തുവിനെ, നിന്നെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ ഡിപ്രഷൻസ്, അതുപോലെ തന്നെ ശരിയാവത്തില്ല, തോറ്റുപോകും, എനിക്കത് കിട്ടത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള പിൻപിടുത്തങ്ങൾ, അതിനെ പ്രതിരോധിക്കണം എന്താണ്? വിശ്വാസമാണ്. അപ്പോഴേ വിശ്വാസം നൽകാൻ വേണ്ടി എപ്പോഴും നീ നമുക്ക് എന്നാ സംഭവിച്ചിരിക്കണമെന്ന് അറിയാമോ? വിശ്വാസത്തിൻ്റെ മെയിൻ്റെനൻസ് ഇല്ല. അതാണ് കുഴപ്പം വന്നിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു കെട്ടിടം പണിത് പണിത് കഴിയുമ്പോൾ നമ്മളെന്ത് ചെയ്യും? അതിനെ ആദ്യം പ്രൈമർ അടിക്കും, അല്ലേ? ഒരു തൂണാണെങ്കിൽ തൂണാണെന്ന് വിചാരിച്ചോ, അതിന് പ്രൈമർ അടിക്കും, പിന്നെ പെയിൻ്റ് അടിക്കും. 2-3 കൊല്ലം കഴിയുമ്പോൾ 2-3 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും അത് ഫെയ്ഡാവും. വീണ്ടും നമ്മൾ തന്നെ റിപ്പയറിങ് വല്ലതും ഉണ്ട്, റിപ്പയറിങ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ പെയിൻ്റ് അടിക്കും, ഫ്രഷ് ആക്കും. പക്ഷേ ഫെയ്ത്തിൽ ഈ ഒരു പ്രോസസ്സിങ് നടക്കണില്ല. യു ഗോട്ട് ദ പോയിൻറ്റ്. പിടിയോ? നമ്മുടെ വിശ്വാസത്തിൽ ഈ ഒരു പ്രോസസ്സിങ് നടക്കണില്ല. നമ്മൾ വിശ്വാസം കൊണ്ട് ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ കാണുന്നുവെന്നല്ലാതെ ആ വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്യുകയോ അത് പരിപോഷിപ്പിക്കുകയോ ചെയ്യുന്നില്ല. വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് വചനം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കണം. വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, വർദ്ധിപ്പിക്കണമെങ്കിൽ. പിന്നെന്താണ്? അമ്മയുടെ മാധ്യസ്ഥം കിട്ടണം. മാധ്യസ്ഥം കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു കൺഫ്യൂഷനിൽ ചെന്ന് ചാടിയാൽ മദർ ഹെൽപ്പ് ചെയ്യും നമ്മളെ. ഇപ്പം എന്നാ പറ്റുക വെച്ചാൽ ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നീ 22 പേപ്പറും മദർ നിന്നെക്കൊണ്ട് എഴുതിച്ചെടുക്കും. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം ഞാനിവൾക്ക് കൗൺസിലിംഗ് പ്രാർത്ഥനയെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്ത്? അവൾ പ്രാർത്ഥനയുടെ ഫോർമാറ്റിലേക്ക് വന്നു. നിങ്ങളങ്ങനെ ചെയ്യേണ്ട കേട്ടോ. അതായത് നിങ്ങളും അതുപോലെ ചെയ്യേണ്ടത്. ജീവിതം ഇപ്പം നമുക്കുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ രാവിലെ ഒന്ന് സന്ധ്യക്കൊരു പ്രാർത്ഥന, ഞായറാഴ്ചയുടെ കുർബാനയൊക്കെ മിനിമം പരിപാടിയായിട്ട് പോവുകയല്ലേ. ചിലപ്പോൾ മിനിമം പരിപാടി കൊണ്ട് ചില സമയത്ത് ഇപ്പോൾ ഒരു രോഗിയാണെന്നുണ്ടെങ്കിൽ പഴയ സാധാരണ കഴിക്കണ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലൊന്നും ഏക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് എക്സ്ട്രാ ആയിട്ടുള്ള പോഷകങ്ങൾ കൊടുക്കുന്നത് രോഗിക്ക്, അല്ലേ? രോഗിക്ക് ടോണിക് കൊടുക്കും, അല്ലെങ്കിൽ വേറെ ഹോർലിക്സോ എല്ലൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അതെന്താ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഈ രോഗത്തിൻ്റെ പ്രതിരോധിക്കുകയും ചെയ്യണം, ശരീരം മെച്ചപ്പെടുകയും ചെയ്യണം. അതുകൊണ്ട് ആണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. അതുപോലെ തന്നെയാണ് ആത്മീയതയിലും അങ്ങനെ സംഭവിക്കുന്നത്. എന്തെങ്കിലും ഒരു വിശ്വാസത്തിനൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ലോകത്തിൽ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഉടമ്പടിയാണ്. അതാണ് ഒരു വിഷയം. ലോകത്തിൽ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബൂസ്റ്റിംഗ് എന്താണ്? ഉടമ്പടിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലൂടെ അതൊരു ചെയ്യണ പ്രാർത്ഥനയല്ലേ. അത് ചെയ്യണ പ്രാർത്ഥനയായത് കാരണം ചൊല്ലുന്ന പ്രാർത്ഥനയേക്കാൾ ഇതിന് കപ്പാസിറ്റി കൂടുതലാണ്. ചൊല്ലുന്ന പ്രാർത്ഥനയെക്കാളും ഉടമ്പടിക്ക് ചെയ്യുന്ന പ്രാർത്ഥനയായത് കാരണം. ഇപ്പോൾ വെറുതെ ചെയ്യണ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ഒരു ധ്യാന കേന്ദ്രത്തെ കർത്താവ് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് തന്നിട്ടുള്ള ഒരു ദൈവികമായ ഒരു പ്രോജക്റ്റിനേക്കാൾ ഉപരി അതിൽ തന്നെ ഒരു ദൈവസ്ഥാപനമുണ്ട്. മനുഷ്യസ്ഥാപനമല്ല ഉടമ്പടിക്കുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ദൈവം അതിനെ ഓൺ ചെയ്യണ കാര്യം. അതാണ് ദൈവം അത് ഓൺ ചെയ്യണില്ലേ. ഉടമ്പടിയെ ഓൺ ചെയ്യണത് എന്താണ്? ദൈവം ഏറ്റെടുക്കണത് എന്താണ്? എൻ്റെ അതായത് ഓരോ ആൾക്കാരും ഉടമ്പടി സത്യസന്ധമായിട്ട് ചെയ്യുമ്പോൾ ദൈവം ഏറ്റെടുക്കാൻ കാര്യം
ഇതിനകത്തൊരു ദൈവസ്ഥാപനമുണ്ട്. നോഹിൻ്റെ കാലം മുതൽ ദൈവം ഉടമ്പടി സ്ഥാപിക്കണതാണ്. അത് കഴിഞ്ഞ് എബ്രഹാമോട് ചെയ്തു ഉടമ്പടി, ഇതാണ് ചെയ്തത്. അത് കഴിഞ്ഞ് മോസസുമായിട്ട് ചെയ്തു ഉടമ്പടിയാണ് ചെയ്തത്. മോസസുമായിട്ട് ചെയ്ത ഉടമ്പടി മെയിൻറ്റെയിൻ ചെയ്തു പ്രവാചകന്മാരിലൂടെ, ന്യായാധിപന്മാരിലൂടെ. ദൈവം അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നു. തെറ്റിയവരെ തിരുത്തി, ഉടമ്പടിയെ എതിർത്തവരെ ദൈവം ആ രാജ്യത്തും തന്നെ മാറ്റി. പിന്നെ കൊണ്ടുവന്നില്ല, പിന്നെ തിരിച്ചു കൊണ്ടുവന്നില്ല. ഉടമ്പടിയുടെ അനുഗ്രഹങ്ങളെ എടുത്തു മാറ്റി. അതുകൊണ്ടാണ് പറയണത്, അതായത് ഉടമ്പടി, ദൈവം ആ ഉടമ്പടിയെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഉടമ്പടി നമ്മൾ എടുത്തത് കൊണ്ട് മാത്രം കാര്യമായില്ല. എന്താ പറയണത്? ഉടമ്പടിയെ ദൈവം ഓൺ ചെയ്യണം. അതാണ് എൻ്റെ അത് മെയിൻ സംഭവം. അതിന് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഒരു 50-50 മാർക്കാണ്. ഉടമ്പടി എടുക്കുന്നത് 50 പോയിൻ്റ്. പിന്നെന്താണ്? ഉടമ്പടിയെ, നിങ്ങളെടുക്കുന്ന ഉടമ്പടിയെ ദൈവം എന്ത് ചെയ്യണം? ഓൺ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റെടുക്കണം. മനസ്സിലായില്ലേ? ഉടമ്പടി ദൈവം ഏറ്റെടുക്കണ്ടേ? ചെയ്തിട്ട് പോയിട്ട് കാര്യമുണ്ടോ? അപ്പം അതൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഞാൻ ചെയ്യുന്ന ഉടമ്പടി, ഞാൻ ചെയ്ത ഉടമ്പടി, പുതുക്കിയ ഉടമ്പടി അങ്ങ് ഏറ്റെടുക്കുന്നതിനായി അമ്മേ പ്രത്യക്ഷീകരണ മാതാവേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെല്ലാവരെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദ